ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖാണെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖാണ് കേട്ടോ. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രാവിലെ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ. ഉച്ച കഴിയുമ്പോഴാണ് മഴ. പിന്നെ എന്താണ് എല്ലാവരും, ഞാൻ ഇന്നലെ ഒരു ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ടു, പിന്നെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ രണ്ടാമത്തെ വീഡിയോ പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 8-9 വ്യൂസ് അത്ര തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. 3 ലൈക്കും. കാരണം നമ്മളെ ഷോർട്സ് അങ്ങ് കയറി പോകുമ്പോലെ എന്തായാലും പിന്നെ ലോങ് വീഡിയോ കയറി പോകില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്തായാലും ഒരു 5-6 വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഒന്നും ആയിട്ടില്ലെങ്കിലും 5-6 വർഷമായിട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂന്നാലല്ല, എത്ര 4 ചാനൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മളെ ആദ്യത്തെ ആദീസ് കിച്ചൺ എന്നാണ്. അത് കിച്ചൺ വ്ളോഗ് മാത്രമായിരുന്നു കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തത് ആദീസ് വ്ളോഗ്. പിന്നെ അതന്നെ മൂന്നാമതും ആദീസ് വ്ളോഗ് തന്നെ ചെയ്തിട്ട്. പിന്നെ എന്താ ചോദിച്ചാൽ SREC വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ചെയ്തു. പിന്നെ ലാസ്റ്റാണ് ഈ നമ്മുടെ കണ്ണൂർ ഫാമിലി വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചെങ്കിലും നീണ്ടു നിന്നത്. ബാക്കിയെല്ലാം ഒരുപാട് ഗ്രൂപ്പുകളിലും അവിടെയൊക്കെ കൂടിയിട്ട് കുറച്ച് മുന്നോട്ട് എത്തിക്കുമ്പോഴത്തേനും അതിൻ്റെ കഥ തീരും. അങ്ങനെയാണ് പൊതുവെ എൻ്റെ ചാനലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പോയി നമുക്ക് എന്താ ഏണിങ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇതിനകത്തെ വീഡിയോസും മൊത്തം പോയത്. ഇപ്പം എനിക്ക് 2025 ഡിസംബറിലാന്ന് തോന്നുന്നു ലാസ്റ്റ് ഏണിങ്സ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ മാസം ജനുവരിയോ ഫെബ്രുവരിയോ, ജനുവരിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ വീഡിയോസൊക്കെ പോയി. പിന്നെ 2-3 മാസം ഞാനങ്ങനെ വീഡിയോ ഇടാതിരുന്നു. പിന്നെ ഇപ്പോഴാണല്ലോ വീഡിയോ ഇടാൻ തുടങ്ങിയത്. പിന്നെ എനിക്കില്ലേ നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, യൂട്യൂബ് ചെയ്യുന്ന കൂട്ടുകാരോട് പറയാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ട് പറയുന്നതല്ല, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നതാണ്. എപ്പോഴും നിങ്ങളുടെ ഫോണ് മറ്റൊരാൾക്ക് കൈമാറാതിരിക്കുക കേട്ടോ. യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇനി യൂട്യൂബ് എന്നല്ല, ഫേസ്ബുക്ക് ആയാലും പിന്നെ ഇൻസ്റ്റ ആയാലും ഒക്കെ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ്. കൈമാറാതിരിക്കാന്ന് മാത്രമല്ല, നമ്മൾ ഫോണ് പൊട്ടിപ്പോയിട്ട് വേറൊരു ഫോണ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ആ കടയിൽ കൊടുത്തിട്ട് വാങ്ങാതിരിക്കുക. കൊടുത്ത് വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ യൂട്യൂബൊക്കെ കളഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവരതൊന്നും നോക്കാതെ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. കാരണം അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ആ ചെയ്തവരെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. നമ്മൾ തെറ്റല്ലേ, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അപ്പം അവരങ്ങനെ ഡിലീറ്റ് ആക്കി കളയും. എന്നാൽ ഒന്നാമത് അവർക്ക് ഒരു യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കാം നമ്മളെ ഫോൺ വാങ്ങിക്കുന്ന ആൾ. അപ്പം പിന്നെ അവരെ കയ്യിൽ നിന്ന് അത് പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നിൽക്കുക, എപ്പോഴും ഏത് സമയം നമ്മളൊരിക്കലും അതിൻ്റെ ആ വരുമാനം കണക്ക് കൂട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് പിന്നെ എന്താ പറയുക, ഇൻസ്റ്റയിലെ ഒക്കെ ഒരുപാട് ആൾക്കാരെ അക്കൗണ്ട് തന്നെ പോയിട്ടുണ്ട് അല്ലേ, ഫേസ്ബുക്കിൽ പോയിട്ടുണ്ട്. അത് അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും അതിൽ വിചാരിച്ചിട്ടിരിക്കാൻ പറ്റില്ല. പിന്നെ കിട്ടുന്ന അസ്ത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് നല്ല പണിയുണ്ട് എന്നറിയാം. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ആ വീഡിയോ ഇടുന്നതെന്ന്. അപ്പം അതിനുള്ളൊരു പിന്നെ പൈസ കിട്ടുന്നല്ലാതെ ആ ഒരു മാസം കിട്ടിയാൽ അത്ര പിറ്റേത്തെ മാസം നമ്മൾ കിട്ടുന്ന ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ളത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്കൊരിക്കലും യൂട്യൂബ് വീഡിയോയുടെ ഏണിങ്സോ അങ്ങനെ യൂട്യൂബൊന്നും കണക്കാക്കിയിട്ടില്ല എന്നാണ് കേട്ടോ. കാരണം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇത്രത്തോളം പോയിക്കൊണ്ടിരിക്കില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഷംജയോട് പറഞ്ഞിട്ടാ, എനിക്ക് യൂട്യൂബിലെ പൈസയും വീഡിയോ ഒന്നും കണക്കാക്കിയിട്ടൊന്നും എൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നീ വേറെ വേണമെങ്കിലും തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാലേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഞാൻ എത്ര കഴിയുന്നില്ലെങ്കിലും വീഡിയോ എടുത്തോണ്ടിരുന്ന ആളാണ്. ഒരു പനിയൊക്കെ വന്ന് കിടപ്പിലായാലും ഞാൻ ഷോർട്സ് എങ്ങനെയായാലും വ്ളോഗൊക്കെ എടുത്തോണ്ടിരുന്ന ആളാണ് കേട്ടോ. കുറച്ചെങ്കിലും എടുത്തിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം എനിക്ക് പറ്റുന്നില്ല. കാരണം പണിയൊക്കെ ചെയ്യുന്നുണ്ട് കിച്ചണിൽ. പക്ഷെ എന്നാലും ഫോൺ എടുക്കാനുള്ള ഒരു മടി. മറ്റു ഞാനില്ലേ രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് പോകുമ്പോൾ തന്നെ ഫോൺ വീഡിയോ ഓൺ ആക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ അന്ന് വൈകുന്നേരം വരെ ഉള്ളത് എടുക്കും. രാത്രി എഡിറ്റ് ചെയ്ത് രാത്രി 2 മണി 3 മണിയൊക്കെ ആവട്ടെ, നേരം വെളുക്കാനാവും കിടന്നുറങ്ങാനായിട്ട്. കാരണം വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും ടൈം ആകുന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ 10 മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്കോ അങ്ങനെയൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യും. പിന്നെയും രാത്രി ചെറുത് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് ഷോർട്സ് രാത്രി ഇടും.
അങ്ങനെയൊക്കെ ഒരുപാട് ഉറക്കവും എനിക്ക് തലവേദന, കഴുത്ത് വേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കഴുത്ത് വേദന എന്ന് പറഞ്ഞാലേ കുറയുന്നേ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയ തലവേദന കേട്ടാ. പിന്നെ കണ്ണ് കാണാത്ത പോലെ. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫോണിൽ കൂടുതൽ കളിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പം അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ കുറവാണ്. കാരണം ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നില്ലല്ലോ, അങ്ങനെ യൂട്യൂബ് ഒന്നും നോക്കാത്ത കാരണമായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ഇട്ട് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാൻ തുടങ്ങണത്രേ. ഇപ്പം ഇങ്ങനെ 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ വ്ളോഗൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടാ. മാത്രമല്ല കേട്ടോ, നമ്മൾ കുറേ നാൾ വീഡിയോ ചെയ്യാത്തൊരു 3 മാസം മുമ്പെങ്ങാനാണ് ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത്. അതും ആ നൈറ്റിയുടെ. അതും കുറേ നാൾക്ക് ശേഷം 3-4 മാസങ്ങൾക്ക് ശേഷമാണ് അതിട്ടത്. അങ്ങനെ ഇപ്പം ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും തമ്പനെയിൽ ഉണ്ടാക്കുന്നതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓർത്തെടുത്തിട്ടാണ് കേട്ടോ ഇന്നലത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. നല്ല ക്ലിയർ ആയിട്ടൊന്നുമില്ല, അല്ലെങ്കിലും വലിയ ക്ലിയർ ഒന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ പരമാവധി നന്നാക്കാൻ നോക്കലുണ്ട് കേട്ടോ. എൻ്റെ ടൈം എടുത്തിട്ട് തന്നെ ഞാൻ ചെയ്യലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കൊക്കെ ഉറങ്ങുന്നത് കാരണം എനിക്ക് നല്ല തലവേദനയൊക്കെ വന്നിട്ടുണ്ടായത്. ഇപ്പം ആ തലവേദനക്കൊക്കെ കുറവുണ്ട്. എന്നോട് ആരും വീഡിയോ ഇടണമെന്നോ ഇടാതിരിക്കണമെന്നോ ഒന്നും പറയലില്ല. പക്ഷെ എന്നാലും ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ മോനൊക്കെ പറയട്ടാ അത് ഡിലീറ്റ് ആക്കുക എന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാനത് ഡിലീറ്റ് ആക്കുകയും ചെയ്യും. പക്ഷെ ആർക്കും ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യലും ഇല്ല. കാരണം പിന്നെ അവർ എല്ലാവരും അങ്ങനെ പറയുകയൊന്നും ചെയ്യില്ല. ഇപ്പം ഇങ്ങനെ വീഡിയോ ഇടുമ്പം പിന്നെ ഇവരോട് പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല വെച്ചിട്ടായിരിക്കും ആരും ഒന്നും പറയലില്ല. ഓരോ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല. ഒന്നാമത് പണിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വലിയ പണിയൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് കൂടിയാണ് പറയുന്നത്. എൻ്റെ 3 ചാനൽ പോയിട്ടുണ്ടായെന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കാൻ പറയുകയാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോയി. അവർക്ക് വേണമെങ്കിൽ പിന്നെ എൻ്റെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ 3 ചാനൽ എങ്ങനെ പോയത്, എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അതിന് നിങ്ങൾ കമൻ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ചെയ്യണമെങ്കിൽ ചെറിയ ചെറുത് പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ട് ചെറിയ ചെറിയ വീഡിയോ ചെയ്യുക. ഒരുപാടൊന്നും ആക്കിയിട്ട് ലോങ് ആക്കിയിട്ട് ഒരുപാട് ലോങ് ഒന്നും ആക്കിയിട്ട് നിങ്ങളെ പിന്നെ ബോറടിപ്പിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെന്താ, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് നിങ്ങൾ കമൻസ് ഒക്കെ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ 2-3 ദിവസം കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടണം. പിന്നെ എന്താ പറയുക, ഹോം ടൂർ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് വ്ളോഗൊക്കെ ചെയ്ത് തുടങ്ങണം. പിന്നെ ഒന്നാമതില്ല, കിച്ചണിൽ ഞാനിപ്പോൾ എല്ലാം ചെയ്യുന്നില്ല, ഉമ്മയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വാതത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കൈ ഒന്നങ്ങനെ കിച്ചണിലെ പണികളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ അവർ പെട്ടെന്ന് എടുക്കും. ഞാൻ എണീറ്റ് ഇറങ്ങി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നവരെല്ലാം ചെയ്യും. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടും ഉണ്ട്, എനിക്കെന്ന് വെച്ചാൽ ഞാൻ തന്നെ കുക്ക് ചെയ്യുമ്പോഴും ഞാൻ തന്നെ പണിയെടുക്കുമ്പോഴും വീഡിയോ എടുത്തു കഴിഞ്ഞാലും മാത്രമേ സന്തോഷമാവുള്ളൂ, ഒരു സമാധാനമാവുള്ളൂ, വോയിസ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മറ്റുള്ളവർ കുക്ക് ചെയ്യുന്നിടത്തൊന്നും പോയിട്ട് വീഡിയോ എടുക്കാതെ. പിന്നെ ഞാൻ കുറേ ബീഫ് മന്തിയുടെയും ചിക്കൻ മന്തിയുടെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമാണ്, അതിന് ഒരുപാട് വ്യൂസും ഒരു 6 ലക്ഷമൊക്കെ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 6 ലക്ഷം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഒരുപാട് ഇഷ്ടമുള്ള മന്തിയാണ്. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇടണം. ഞാൻ എന്തായാലും കുറച്ച് 2 ദിവസം കഴിഞ്ഞ് ബീഫ് മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ ഞാൻ ഇടാതെ പറഞ്ഞിട്ട് നിങ്ങളെ കൊതിപ്പിക്കല്ല കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കി, അപ്പോൾ അത് കഴിഞ്ഞു. അത് കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ. എൻ്റെ കൂട്ടുകാർ ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടായിരുന്നു, ചക്കരക്കിഴങ്ങ് എന്നാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഫുള്ള് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന അധികം കൂട്ടുകാരും മലപ്പുറം പിന്നെ ആ ഭാഗത്തുള്ളവരാണ് കേട്ടോ. മലപ്പുറംകാരാണ് കൂടുതലും. പിന്നെ കൊല്ലത്തുള്ളവരും ഉണ്ട് കുറച്ച്. അപ്പോൾ അതുകൊണ്ടാണ് കൂടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ അന്നൊക്കെ സംസാരിക്കുന്ന എല്ലാം അവർക്ക് മനസ്സിലാകില്ല, പക്ഷെ അവർ പറയും കേട്ടോ എപ്പോഴും നിങ്ങൾ കണ്ണൂർ ഭാഷ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് എനിക്ക് അവരെ, പിന്നെ കുറേ മലപ്പുറത്തെ കൂട്ടുകാരുണ്ട്, എനിക്ക് കൂടുതൽ അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പം അവരൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവരൊക്കെ വീഡിയോ നോക്കിയിട്ടൊന്ന് കമൻറ്റിൽ അങ്ങനെ അറിയിക്കണം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എന്നുള്ളത്.
പിന്നെ അവരുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് വാച്ച് ചെയ്യലുണ്ട്. പക്ഷെ അവരുടെ വീഡിയോസും ഇല്ല യൂട്യൂബിൽ മുമ്പിൽ വരുന്നില്ല. കാരണം പിന്നെ ഞാനില്ലേ ഇടയ്ക്ക് കുറേ നാള് പിന്നെ വീഡിയോ ഇടാതെ തന്നെ ആയി. പിന്നെ കൊതുക് കേട്ടോ, വല്ലാതെ കൊതുക് അടിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒന്ന് കയറി വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ചൊറഞ്ഞ് കളിക്കുന്നത്. കുറേ സമയം ഞാൻ അതിനകത്ത് മുടിക്കാൻ നോക്കുന്നത്. പക്ഷെ ഭയങ്കര വേദനയാണ് കടിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഡോറും ജനലൊക്കെ നേരത്തെ അടച്ചതാണ്, പക്ഷെ എന്നിട്ടും വന്നു. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യൽ രാത്രിയിലാണ്. പിന്നെ പകൽ വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കൊടുക്കുന്നതും രാത്രിയിലാണ്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് 10 മണിക്കൊക്കെ ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കൽ. പിന്നെ ഇപ്പം എന്തായാലും ഒരു മൈക്ക് വാങ്ങിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഫാനും ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. കാരണം ആ സൗണ്ട് അങ്ങനെ പുറത്തേക്ക് പോയില്ലല്ലോ. എനിക്കിങ്ങനെ ഒരു സൗണ്ടും ഇല്ലാതെ വോയിസ് എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ, ആരെങ്കിലും കേൾക്കുന്നത്. കാരണം നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ വീടുകളാണ്. എൻ്റെ തറവാട്, എൻ്റെ ഉമ്മമ്മേൻ്റെ ഇളയമ്മയൊക്കെ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ വിചാരിക്കും അവരൊക്കെ കേൾക്കില്ലേ എന്നുള്ളൊരു തോന്നൽ. ആദ്യമൊക്കെ അത് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി ഒരു മടിയും ഇല്ലാതെ വീഡിയോ എടുത്ത് വോയിസും കൊടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പം കുറേ നാൾ വീഡിയോ ഇടാതെ ഇപ്പം ഇനിയും ആ മടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനുള്ള ഒരു മടിയൊക്കെ വന്നിട്ടുണ്ട്. കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നിങ്ങളോട്. പക്ഷേ ആദ്യം തന്നെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ പാടന്നെ വലിയ ലോങ് ആയിട്ട് അങ്ങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് 10 മിനിറ്റിലൊക്കെ ഒതുക്കുന്നത്. പിന്നെന്താ, ഇനിയിപ്പോൾ എന്തായാലും ഇത്ര തന്നെയൊക്കെ ഉള്ളൂ. കുറേ പറയാനുണ്ട് കേട്ടോ. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടാൽ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.